ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. നമുക്ക് ഇന്ന് 4 കളറിലുള്ള ലെജസ്റ്റോമിയ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് തണൽ മരങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു കാറ്റ് വന്നാൽ ഒടിഞ്ഞു പോകുന്ന നമ്മുടെ വാഹമരങ്ങൾ, പിന്നെ DVD പോലുള്ള മരങ്ങൾ, കുറേ യൂക്കാലിപ്സ് മരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി റോഡിറമ്പുകളിലൊക്കെ നമ്മൾ കാണപ്പെടുന്ന തണൽ മരങ്ങൾ. എന്നാൽ വളരെ മനോഹരമായി ഇത്രമാത്രം പൂക്കൾ തരുന്ന ലെജസ്റ്റോമിയ, നമ്മുടെ നാട്ടിൽ ജന്മദേശം ഉറപ്പിച്ച ഈ ലെജസ്റ്റോമിയ ചെടികളെ നമ്മൾ അറിയാതെ പോകുന്നു. ഈ ചെടിക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ തോലുകളൊക്കെ വൈദ്യശാസ്ത്രപ്രകാരം ഔഷധങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിലും അപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വെൺതേക്ക് എന്നറിയപ്പെടുന്ന ഒരു ചെടിയുണ്ടായിരുന്നു, ഒരു മരമുണ്ടായിരുന്നു. പഴയ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതറിയാം. വെൺതേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ തേക്ക് മരത്തിന് പകരമായിട്ട് ഫർണിച്ചർ ആവശ്യങ്ങൾക്കും തടികളുടെ ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കാതലുള്ളൊരു മരമാണ് വെൺതേക്ക്. ആ വെൺതേക്കിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ലെജസ്റ്റോമിയ. ഇത് നല്ല ഹൈറ്റിൽ വളരാറുണ്ട്. ഒരു 15 മീറ്ററോളമൊക്കെ ഹൈറ്റിൽ, അതിലും ഉയരങ്ങളിലേക്ക് ഈ വെൺതേക്ക് പോകും, ഈ ലെജസ്റ്റോമിയയും പോകും. അത് നല്ല കനത്തിൽ വളർന്നു വരും. ഈ നാടുകളിലൊക്കെ കൂടുതലും തടിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ഇസ്രായേലിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ റോഡിറമ്പുകളിലൊക്കെ തണൽ മരമായിട്ട്, അതായത് ഏപ്രിൽ മാസമാകുമ്പോൾ തൊട്ടിട്ട് നിറഞ്ഞ് ഇനി കൂടാരം പോലെ പൂക്കളൊക്കെ തന്ന്, കണ്ടില്ലേ എന്ത് മനോഹരമായ ഇത് ചെടികൾ കാണാൻ. നിറഞ്ഞു നിൽക്കുന്ന ഒരു 6-7 മാസം വസന്തങ്ങളുടെ ഒരു കാലമാണിവിടെ. ഇതിന് പല വർണ്ണങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 4-5 വെറൈറ്റിയോളം ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അതിൽ 4 വെറൈറ്റിയെ തന്നെ ഞാൻ ഇതിനകത്ത് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്ര മനോഹരമായ ചെടികൾ കൊണ്ട് നമുക്ക് 2-3 പ്രയോജനങ്ങളുണ്ടാകും. ഒന്ന്, തണൽമരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വസന്തം നിറയെ പൂക്കൾ തരും. എപ്പോൾ നോക്കിയാലും ഇതിൽ തേനീച്ചകൾ വന്നിരിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ തേൻ കാണുമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതിനും അപ്പുറത്ത് നമുക്ക് തേക്കിന് പകരമായിട്ട് ഫർണിച്ചർ ആവശ്യങ്ങൾക്ക്, വീടിൻ്റെ കട്ടള, കതകുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പണിയുവാൻ വേണ്ടി ഉപയോഗിക്കാനും വളരെ നല്ലൊരു മരമാണ് ഈ ലെജസ്റ്റോമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അധികം വെച്ച് പിടിപ്പിക്കാത്തതിനൊരു കാരണമുണ്ട്. തേക്ക് മരങ്ങളുടെ അത്രത്തോളം വില ഇവയ്ക്കില്ലാത്തത് കൊണ്ടാണ് ഈ വെൺതേക്ക് നമ്മുടെ നാട്ടിൽ പാടെ ഉപേക്ഷിച്ചത്. എന്നാൽ കാവുകളിലൊക്കെ ഇപ്പോഴും വെൺതേക്കുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. അത് പഴയ കാവുകളിലൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവയ്ക്ക് പറയപ്പെടുന്നത് കാട്ടിലെ നഗ്നയായ തരുണി എന്നൊരു പേരും കൂടെ ഇവയ്ക്ക് അറിയപ്പെടുന്നുണ്ട്. നോക്കിക്ക് എന്ത് മനോഹരമാണല്ലേ. ഇത് റെഡും പിങ്കും കൂടെ കലർന്ന് 2 മൂട് ഒരു ചുവട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ ദേശത്തൊക്കെ ഇങ്ങനെ അധികം വലിപ്പമായിട്ട് വിടാറില്ല. എന്നാൽ ഒരു 5 മീറ്റർ 6 മീറ്റർ ഹൈറ്റിലൊക്കെ പ്രൂൺ ചെയ്ത് നിർത്താറാണ് പതിവ്. അങ്ങനെ ഓരോ മഞ്ഞുകാലം കഴിയുമ്പോഴേക്കും നിറഞ്ഞു പൂക്കും. പിന്നെ ഒരു 6 മാസത്തേക്ക് പല വർണ്ണത്തിലുള്ള ലെജസ്റ്റോമിയ പൂക്കളുടെ വസന്തമാണിവിടെ. അപ്പോൾ ഇതിന് ചെറിയ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ, ചെറിയ വിത്തുകളാണിത് കാണുന്നത് കേട്ടോ. ഇവയിൽ ചെറിയ വിത്തുകളുണ്ട്. എന്നാൽ ഈ വിത്തുകൾ പൂർണ്ണമായും കിളിർത്ത് വരാറുമില്ല. ഇവിടെ ഇത് എല്ലാ നഴ്സറികളിലും ലഭ്യമാണ്. അപ്പോൾ ഇവിടെ ലെയർ ചെയ്ത തൈകളാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ മൂടായിരിക്കും. ഒരു 1/2 മീറ്റർ ഹൈറ്റൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഇവ പൂക്കളോട് കൂടിയാണ് നമുക്കൊക്കെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുമുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ നിറച്ച് ലെജസ്റ്റോമിയ പൂക്കൾ സെയിലിനായിരിക്കുന്നത് കണ്ടു. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ പൂന്തോട്ടത്തിന് നിറച്ച് പൂക്കൾ തരുന്ന, കണ്ണിന് കുളിർമ തരുന്ന പൂക്കളെ കാണാനല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമാണ്. നമ്മുടെയൊക്കെ ഗാർഡനുകളിലും ഇങ്ങനെയുള്ള ലെജസ്റ്റോമിയ പോലെയുള്ള ചെടികളും പൂക്കളും ഒക്കെ വാങ്ങി വെച്ചോളൂ കേട്ടോ. വളരെ മനോഹരമാണ് ഇവയുടെ പൂക്കൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.